ഇതാണ് കേട്ടോ നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഫിഷിംഗ് ത്രെഡ് അല്ലെങ്കിൽ വയറ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് ഇപ്പം പോലും ഒരു എൻക്വയറി വന്നതേ ഉണ്ടായിട്ടുള്ളൂ, എന്താണ് നിങ്ങൾ ഈ വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട്. കാരണം ഞാൻ വീഡിയോ ചെയ്യാമെന്ന് എല്ലാവരോടും പറയുന്നില്ലാണ്ട് ചെയ്യാൻ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. 3-4 വർഷമായിട്ട് നമ്മൾ സിഗ്നേച്ചർ ഫ്രോക്കും കൊണ്ട് കളിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ലാസ്റ്റ് 1 ഇയർ മുമ്പ് നമുക്ക് ഈ ഒരു സ്ട്രക്ചേർഡ് ഷോൾഡർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതാണ് നമ്മൾ പേജൊക്കെ ഒന്ന് ഉറങ്ങിക്കിടന്ന് പേജൊക്കെ ഒന്ന് ഓണർന്ന് ഫുള്ളായിട്ട് റീച്ച് ആവാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സിഗ്നേച്ചർ ഫ്രോക്കിൻ്റെ കൂടെ സ്ട്രക്ചേർഡ് ഷോൾഡറും കൂടെ വന്നിട്ടുണ്ടാവും, നല്ല രസമില്ലേ. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. ഞാൻ ഡിഫറെൻറ്റ് സൈസിലുള്ള ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായി, നമ്മൾ ത്രെഡ്സൊക്കെ വാങ്ങിയിട്ട് പരീക്ഷണം 2 monthsോളം ഞാൻ റിസർച്ച് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ ഏജിലും പേജിലാണ് ഇതൊക്കെ കണ്ടിട്ടുണ്ടായത്. അപ്പം നമ്മൾ ഇതൊക്കെ എന്തെന്നില്ലെങ്കിൽ ഇങ്ങനെ നോക്കി ഫിഷിംഗ് ത്രെഡ് ആണല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ വിട്ട സംഭവം കേട്ടോ. നമ്മൾ ഇന്ത്യയിലുള്ള കുറച്ച് ബ്രാൻഡ്സ്, സാൻജ്വി അങ്ങനെയുള്ള കുറച്ച് ബ്രാൻഡ്സ്, ബിജി ഗായത്രി ഇങ്ങനെയുള്ള കുറച്ച് ബ്രാൻഡൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്തായാലും എനിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് സാമ്പിളായിട്ട് ചെയ്താണ് കേട്ടോ ഈ ഒരു ഇത്. ജസ്റ്റ് എനിക്ക് ഓർഡറൊന്നും ഇല്ല, അങ്ങനെ ജസ്റ്റ് ഒരു സാമ്പിൾ എന്നുള്ള രീതിയിൽ ഫിഷിംഗ് ത്രെഡൊക്കെ ഡിഫറെൻറ്റ് സൈസിലുള്ളതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വാങ്ങിയിട്ട് സക്സസ് ആയൊരു സംഭവമാണ് ഇത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോസ്, എനിക്കൊരു എൻക്വയറി വന്ന സമയത്ത് ഞാനത് കസ്റ്റമറിന് അയച്ചു കൊടുത്തു. അങ്ങനെ ഒരു ഓർഡർ കൺഫേമായി. ഇതാണ് കേട്ടോ ഫസ്റ്റ് എനിക്ക് ഓർഡർ, ഞാൻ കസ്റ്റമറിന് കൊടുത്തിട്ടുള്ള ഓർഡറിൻ്റേത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഫ്രോക്കിലേക്ക് കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റീൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ടൈം എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ്, അതെനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു സക്സസ് ആയത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു കേട്ടോ. ഒരു 1.5 year മുമ്പുള്ള സംഭവമാണിത്. അതിന് ശേഷം ഇത് സംഭവം ഫ്രോക്കല്ല കേട്ടോ, സംഭവം അതിന് ശേഷം എനിക്ക് ഈ സെയിം ഓർഡേഴ്സ് തന്നെ 2 ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായി. ഈ ഒരു ഫ്രോക്ക് ഈ ഒരു വൈറ്റ് ഫാബ്രിക് വെച്ചിട്ട് ചെയ്യാൻ. വേറൊരു ഫ്രോക്കിൻ്റെ ഷോൾഡർ ആയിരുന്നു. അപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് സൈസിൽ ഇതുണ്ടാവും, ഇത്രയും സൈസിലുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ട് 2 monthsോളം ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസിലും സൈസിലൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇത് ഓർഡർ കിട്ടിയിട്ടല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കസ്റ്റമർ സാമ്പിളായിട്ട് നമ്മൾ നോർമൽ ബോൾ ഫ്രോക്കിൻ്റെ നമ്മൾ സിഗ്നേച്ചർ ഫ്രോക്കിലൊന്ന് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായത്. അതിന് ശേഷമാണ് കിട്ടിയ ഓർഡേഴ്സാണ് ഇത് ഈ ഒരു ഫ്രോക്കാണ് കേട്ടോ. ഫസ്റ്റ് ഈ ഒരു വൈറ്റ് ആൻഡ് നമ്മളെ ഒരു ബീച്ച് ഷെയ്ഡിലുള്ള ഫ്രോക്ക്. പിന്നെ അത് നമ്മൾ പേജ് ഇട്ടതിന് ശേഷമാണ് കേട്ടോ നമുക്ക് പിന്നെ അതിന് ആ മന്തിൽ തന്നെ ഒരു 4-5 ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മളെ പേജിൽ ഡിഫറെൻ്റ് അതിൻ്റെ കളേഴ്സ്, പിന്നെ നമ്മൾ മേക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇടുന്നതിനനുസരിച്ച് നമ്മൾ പേജ് നന്നായിട്ട് റീച്ച് ആയിട്ടോ. സത്യം പറഞ്ഞാൽ പേജ് റീച്ചായ സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ഹേറ്റേഴ്സും കൂടിയെന്ന് പറയണം. കാരണം നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, എന്തിനാണ് വേണ്ട, ഒരുപാട് സീക്രട്സും കാര്യങ്ങളൊക്കെ വെറുതെ ഷെയർ ചെയ്യുന്നതിനാണ്, ഇതൊക്കെ ഷെയർ ചെയ്താൽ നമുക്ക് തന്നെയല്ലേ പണി കിട്ടാന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് നമ്മൾ ഈ ഒരു സംഭവം ഇതിൻ്റെ സൈസും കാര്യങ്ങൾ എത്രയാണെന്നുള്ളത് മാത്രം ഞാൻ പബ്ലിക്കലി ഷെയർ ചെയ്തിട്ടില്ല. മറ്റേ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളുള്ളവർക്കൊക്കെ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ മെറ്റീരിയൽസ് വരെ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അത് അവരുടെ ഫ്രണ്ട്സിന് വരെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളൊന്നും പുറത്തൊക്കെ അത് ലീക്കാണ് സംഭവം, എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പം നമുക്ക് ഡെയിലി റിക്വസ്റ്റ് വരുന്നതാണ്, എന്താണ് ഇതിൻ്റെ സൈസ് വരുന്നത്, നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാനാണ്, നമുക്ക് മെറ്റീരിയൽ ഇത് ചെയ്യാനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എൻക്വയറീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്കിപ്പ് ചെയ്യില്ല, കാരണം നമുക്ക് ഓർഡേഴ്സിൻ്റെ ചെയ്താൽ മതിയല്ലോ, എന്തിനാ ഇതൊക്കെ ഷെയർ ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട്. ഈവൻ നമ്മളെ ഫോളോവേഴ്സ് അല്ലാത്ത ആൾക്കാർ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ഒരുപാട് സീക്രട്സ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് മാത്രമല്ല ടോപ്പ് ബ്രാൻഡ്സിന് പോലും എനിക്ക് ബ്ലോഗ്സ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ സാൻജ്വി, സോമിസ് കൗച്ചർ, ബിജി ഗായത്രി, ബഡ്സ് 2008 ഇങ്ങനെയുള്ള കുറേ ബ്രാൻഡ്സ് ഉണ്ട്. സെയിം ഫ്രോക്കിന് ഒരാൾ ചെയ്യുന്നത് തന്നെ മറ്റുള്ളവരും ചെയ്യുന്ന സെയിം, പക്ഷേ അവരൊക്കെ പ്രൈസിങ് സെയിം ആയിരിക്കും കേട്ടോ. ഏകദേശം നമ്മളെപ്പോലെ തീരെ പ്രൈസിങ് കുറഞ്ഞിട്ട് എല്ലാവരും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരുപാട് പേജിൽ നിന്ന് നമ്മൾ കസ്റ്റമർ റെഫറൻസ് പിക്ക് അയക്കുമല്ലോ, അല്ലെങ്കിൽ അവർ പോസ്റ്റൊക്കെ അയക്കുന്ന സമയത്ത് പോസ്റ്റ് അൺഅവൈലബിൾ എന്നായി കാണിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവരൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം മേ ബി നമ്മളവരെ കോപ്പി ചെയ്യുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരൊരാൾ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നുണ്ടായിട്ടോ ആ ഒരു ടൈമിൽ. ഇപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മാത്രമേ എനിക്ക് അതിൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക്
ഇതുണ്ടോ ഈ ഒരു ഫ്രോക്കിൻ്റെ മേക്കിംഗ് വീഡിയോയും കൂടി ഇട്ട സമയത്താണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഫുള്ളായിട്ട് ബ്ലോക്ക് വന്നിട്ടുണ്ടായത്. നമ്മൾ ആ ഒരു ടൈമിലാണ് നോട്ടീസ് ചെയ്തിട്ടുണ്ടായത്. നമ്മളെ പേജ് കുറേ ആൾക്കാർ ഇങ്ങനെ റെസ്ട്രിക്ഷനിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ ഒരു സംഭവം ചെയ്തതിന് ശേഷം എൻ്റെ പേജ് കുറച്ചും കൂടി ഒന്ന് റീച്ചായി. കാരണം എൻ്റെ ഒരു ടോപ്പ് ബ്രാൻഡ് നമ്മൾ വീഡിയോ ഇട്ടിട്ട് അവരെ കോപ്പി ചെയ്തിട്ടുണ്ട്, അത് ഫേക്കാണ് എന്നുള്ളതിൽ നമ്മൾ ഈ ഒരു പിങ്ക് ഫ്രോക്ക് ഉണ്ടല്ലോ, പിങ്ക് ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന ആ ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ഇടക്കിട്ടിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ടാഗ് കൂടെ അതിൽ വരുന്നതുകൊണ്ടായിരിക്കും ഒരുപാട് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് സെല്ലിങ്. ഞാൻ നമ്മളെ സിഗ്നേച്ചർ ഫ്രോക്കിനേക്കാളും കൂടുതൽ ചെയ്തിട്ട് അത്രയും അടുത്തിട്ടുള്ള ഫ്രോക്കാണ് കേട്ടോ ആ ഒരു പിങ്ക് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ വരുന്നത്. കാരണം അവർ ആ പേജിൽ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് അവരുടെ പ്രൈസിങ് കൂടുതലായതുകൊണ്ട് തന്നെ എനിക്ക് നമ്മൾ ഒരു അവരെ പ്രൈസിനേക്കാൾ ഹാഫ് പ്രൈസേ നമ്മൾ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളെ വീഡിയോസൊക്കെ മില്യൺസ് അങ്ങ് പോകാനും തുടങ്ങി. നമ്മളവരെ കോപ്പി ചെയ്യുന്നതാണെങ്കിലും വലിയ വലിയ ബ്രാൻഡ്സൊക്കെ പറയുന്ന പോലെ റീക്രിയേഷൻ അല്ലെങ്കിൽ ഇൻസ്പയർഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഒരാൾ പോലും നമുക്ക് പറഞ്ഞിട്ടില്ല ഇതെന്ത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണെന്നുള്ളത്. നമ്മൾ തന്നെ സ്വന്തം കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്നതാണ് ഓരോ വർക്ക്സും. അപ്പോൾ ആകെ വിഷയത്തിൽ നിന്ന് തെന്നിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചേർഡ് ഷോൾഡർ മേക്ക് ചെയ്തതിൻ്റെ കഥയാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പേജ് റീച്ച് ആവാനും അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവമാണ്. ഡിഫറെൻറ്റ് സൈസിലും മെറ്റീരിയലും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് മെറ്റീരിയൽസിൽ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ലുക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സൈസിൽ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ഒരു ഷേപ്പാണ് അതിന് വരുന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി നമ്മൾ അതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ഫ്രോക്ക് നിങ്ങൾ റീൽ സെക്ഷൻസിൻ്റെ ഇതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്, സ്ക്രീൻ റെക്കോർഡാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു ലുക്കും നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത് വരുമ്പോഴുള്ള ലുക്കും. അപ്പോൾ ഇതാണ് ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്നത്. 1.4 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതാണ് നമുക്ക് കുറച്ചും കൂടെ കുറച്ച് നന്നായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാനൊരു ലാസ്റ്റ് 1 ഇയർ ആയിട്ട് ഈ ഒരു സംഭവം തന്നെയാണ്. കാരണം നമുക്ക് കുറച്ച് യൂസ് ചെയ്താകുമ്പോൾ നമുക്ക് കറക്റ്റ് സൈസ് ചെയ്താന്നൊക്കെ മനസ്സിലാവുമല്ലോ. പിന്നെ ഇതിൻ്റെ ഫൂട്ട് നമ്മൾ കറക്റ്റ് നിങ്ങൾ വീഡിയോസൊക്കെ നമ്മൾ മേക്കിംഗ് വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫൂട്ട് യൂസ് ചെയ്യുന്ന ഒന്നുകിൽ നമ്മളെ ഇൻവിസിബിൾ ഫൂട്ട് അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫൂട്ട് ഉണ്ടല്ലോ, അതിൽ സൈഡ് ഫൂട്ട് യൂസ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഫൂട്ടിൽ നമുക്ക് അടുപ്പിച്ച് ക്ലോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ആ ഒരു കറക്റ്റായിട്ട് വരിക. പിന്നെ ഇതിൽ നമ്മൾ 2 സൈഡും എഡ്ജസ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് വളരെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇതത്രയും നമ്മളെ ബോഡിയിൽ കിഡ്സിൻ്റെ ഡ്രസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് അത്രയും ഹാർഡായ ഫാബ്രിക് ഒരു മെറ്റീരിയലാണത്. അപ്പോൾ എന്തായാലും അത് ഇറിറ്റേഷൻസ് ഉണ്ടാകും. ഈവൻ നമുക്കായാലും നമ്മുടെ സ്കിന്നിലേക്കായാലും അത് നല്ല ഇറിറ്റേഷൻ ഉണ്ടാകും. ഞാൻ റീൽസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് എന്നുള്ള കൂടി വേണ്ടത്, നമുക്ക് സൈസ് മാത്രം അറിഞ്ഞാൽ പോരല്ലോ. അപ്പോൾ വീഡിയോസ് ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.